ഹലോ നമസ്കാരം. തീവ്രവാദത്തിന് മതമുണ്ടോ? ഒരു ഹോട്ട് സബ്ജക്റ്റ് ആണല്ലേ, തൊട്ടാൽ കൈ പൊള്ളുന്ന ഒരു സബ്ജക്റ്റ്. ഞാൻ പറയുന്നു തീവ്രവാദത്തിന് മതമുണ്ട്. ഇംഗ്ലീഷിൽ 2 വാക്കുകളുണ്ട്. ചില ആളുകളെ പറ്റി നമ്മൾ പറയും ഹീ സോ റിലീജിയസ്, അയാൾ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആളാണ്. അടുത്തത് ഹീ സോ സ്പിരിച്വൽ, അയാൾ നല്ല ഒരു ആത്മീയ വ്യക്തിയാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാവോ? എപ്പോഴും തീവ്രവാദികളോ അല്ലെങ്കിൽ അതിന്റെ അടുത്തുള്ള ബിഹേവിയർ ഒക്കെ കാണുന്നത് ഈ സോ റിലീജിയസ് ആയിട്ടുള്ള ആളുകളിലാണ്. മതമാണ് ഏറ്റവും വലുത്, തങ്ങളുടെ മതമാണ് ഏറ്റവും വലുത്, തങ്ങളുടെ ആചാരങ്ങളാണ് ഏറ്റവും വലുത്. അതിന് എതിര് നിൽക്കുന്നവർ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ആചാരങ്ങളുള്ളവർ, വ്യത്യസ്തമായ പ്രാക്ടീസുകളുള്ളവരെല്ലാം തെറ്റുകാരാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ ആചാരങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൽ ഒരു അണുവിട വ്യത്യാസം വരുത്താൻ സമ്മതിക്കാത്ത ആളുകളെ നമ്മൾ റിലീജിയസ് ആൾക്കാരെന്ന് പറയും. ദേ ആർ സോ റിലീജിയസ്. അതിനൊരു പരിധിയുണ്ട്. അധികമായാൽ അമൃതും വിഷം എന്ന് പറയില്ലേ, ആ അതിര് വിടുന്നവരാണ് തീവ്രവാദികളായിട്ട് മാറുന്നത്. മിക്കപ്പോഴും അത് പല റിലീജിയനിലും കാണാം. നമ്മൾ ചില റിലീജിയനെ മാത്രം അടിച്ചേൽപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എല്ലാ റിലീജിയനിലും സോ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവരാണ് തീവ്രവാദികളായിട്ട് മാറുന്നത്. തീവ്രമായി വാദിച്ച് മറ്റുള്ളവരെ വധിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന തീവ്രവാദികൾ. അപ്പോൾ തീവ്രവാദത്തിന് മതമുണ്ടോ? ഉണ്ട്. ഈ സ്പിരിച്വൽ ആയിട്ട് ഉള്ള ആൾക്കാരില്ലേ, അവർ ശാന്തശീലരായിരിക്കും, എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കും, എല്ലാത്തിലും നന്മ കാണുന്നവരായിരിക്കും, എല്ലാവരിലും ദൈവത്തെ കാണുന്നവരായിരിക്കും. അവർ സ്പിരിച്വൽ ആയിരിക്കും. അപ്പോൾ തീവ്രവാദികൾക്ക് ഒരു പരിധിവരെ മതമുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ കാര്യത്തെക്കുറിച്ച്?